നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്? ഈ പ്രപഞ്ചം, നമ്മളൊക്കെ, ഇതിന്റെ എല്ലാം ഉറവിടമെന്താണ്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഇതിനൊരുത്തരം തേടുന്ന വളരെ രസകരമായ ഒരു പുരാതന ഗ്രന്ഥമുണ്ട്, ബഹുരവൃജ ഉപനിഷത്ത്. ഇന്ന് നമ്മൾ അതിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോ നമുക്ക് അടിസ്ഥാന ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ഈ യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉറവിടം? നമ്മുടെ ലോകം, നമ്മുടെ ചിന്തകൾ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ശരിക്കും എവിടെ നിന്നാണ് വന്നത്? ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചാലോചിച്ചു നോക്കൂ, എന്തായിരിക്കും ഉത്തരം? അപ്പോ ഈ ഉപനിഷത്ത് തരുന്ന ഉത്തരം എന്താണെന്നറിയോ? അത് ഒരേ സമയം വളരെ ലളിതവും പക്ഷേ ചിന്തിച്ചാൽ ഭയങ്കര ശക്തവുമാണ്. കേട്ടോളൂ. ആദിയിൽ ദേവി ഒരാൾ മാത്രമായിരുന്നു. അവൾ തനിയെ വിശ്വാണ്ഡം പുറപ്പെടുവിച്ചു. ഒറ്റ വാക്യം. തുടക്കത്തിൽ ഒരൊറ്റ ശക്തി, ഒരു ദിവ്യമായ സ്ത്രീശക്തി. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായത്. ഈ ഒരു ആശയമാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരേയൊരു ദേവി, ഒരേയൊരു തുടക്കം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. തുടക്കത്തിൽ ഒരു ഒന്നുമില്ലായ്മ, ഒരു ശൂന്യത, അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ. മറിച്ച് അവിടെ ജീവസുറ്റ പൂർണ്ണബോധമുള്ള ഒരൊറ്റ അസ്തിത്വമുണ്ടായിരുന്നു. അതാണ് ഈ ഉപനിഷത്ത് അടിവരയിട്ട് പറയുന്നത്. അതായത് ശൂന്യതയിൽ നിന്നല്ല, പൂർണ്ണതയിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത്. ഓക്കെ, അപ്പോ ഈ ഒരൊറ്റ ബോധത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടായത്? അതാണ് അടുത്ത ചോദ്യം. സർവത്തിന്റെയും പിറവി നമുക്ക് നോക്കാം. ആ സൃഷ്ടിയുടെ ഒരു വ്യാപ്തി നോക്കണേ. ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഉൾപ്പെടെയുള്ള ദേവന്മാർ, എല്ലാ വായുദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസ്സുകളും അങ്ങനെ അങ്ങ് പോകുന്നു. ശക്തിയുള്ളതെല്ലാം അതിൽ നിന്നു വന്നു. പിന്നെ നോക്കൂ, ജീവജാലങ്ങളുടെ എല്ലാ വിഭാഗങ്ങളും, മുട്ടയിൽ നിന്നും വിയർപ്പിൽ നിന്നും വിത്തിൽ നിന്നും ഗർഭപാത്രത്തിൽ നിന്നും ജനിക്കുന്നവ, ചലിക്കുന്നതും ചലിക്കാത്തതും, പിന്നെ നമ്മളും, മനുഷ്യവർഗം. ചുരുക്കി പറഞ്ഞാൽ സകലതും, അക്ഷരാർത്ഥത്തിൽ സകലതും ആ ഒരൊറ്റ ഉറവിടത്തിൽ നിന്നാണ് വരുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ആ ശക്തി എന്തൊക്കെ സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ചാണ്, അല്ലേ? ഇനി നമ്മൾ ഒരു പടി കൂടി കടന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ ശക്തി? അതാണ് ബോധത്തിന്റെ ശാസ്ത്രം. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിലാകുന്നത്. ഈ സൃഷ്ടിപരമായ ശക്തി എന്ന് പറയുന്നത് കയ്യും കാലമൊക്കെയുള്ള ഒരു ദേവത എന്നതിലുപരി പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന നിയമമായാണ് ഇവിടെ പറയുന്നത്. അതാണ് ബോധത്തിന്റെ ശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന്റെ പിന്നിലെ ശാസ്ത്രീയമായ തത്വം തന്നെ ഈ ബോധമാണ്. ഒരു വിശ്വാസം എന്നതിലുപരി ഒരു തത്വമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോ ഈ പരമമായ ബോധത്തിന്, ഈ തത്വത്തിന് ഒരു പേര് നൽകുന്നുണ്ട് ഈ ഉപനിഷത്ത്, മഹാത്രിപുരാസുന്ദരി. ഈ പേര് കേട്ട് പേടിക്കണ്ട. ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ബോധമില്ലേ, ആ ബോധം തന്നെ സ്ഥലം, കാലം, വസ്തുക്കൾ, ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴുള്ള ഒരു രൂപമാണ് മഹാത്രിപുരസുന്ദരി. അതായത് ഉള്ളിലുള്ളതും പുറത്തുള്ളതും ഒന്നുതന്നെ. ഓക്കെ, നമ്മൾ പ്രപഞ്ചത്തിന്റെ തുടക്കത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നിന്ന് നേരെ നമ്മുടെ ഉള്ളിലേക്ക് വരാം. ആരാണ് ഈ ഞാൻ? എന്താണ് നമ്മുടെ യഥാർത്ഥ സ്വത്വം? ആത്മാവും അസത്യവും എന്താണെന്ന് നോക്കാം. ഇനി പറയാൻ പോകുന്നത് ഒരുപക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനെയൊക്കെ ഒന്ന് മാറ്റിമറിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ഐഡന്റിറ്റിയെക്കുറിച്ച് വളരെ വിപ്ലവകരമായ ഒരു വാദമാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്നത്. നോക്കൂ, ഇത് വളരെ ലളിതമായി പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥം? അതായത് ആത്മാവ്, അത് ആ ദേവി, ആ പ്രപഞ്ചബോധം മാത്രമാണ്. അവള് ശുദ്ധമായ സത്തയാണ്, ശുദ്ധമായ ബോധമാണ്. അപ്പൊ പിന്നെ അയഥാർത്ഥം എന്താണ്? അല്ലെങ്കിൽ അനാത്മാവ്, അവളേക്കാൾ അന്യമായതെല്ലാം. അതായത് നമ്മൾ ഞാനെന്ന് കരുതുന്ന ഈ ശരീരം, മനസ്സ്, ചിന്തകൾ, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നവയാണ്. അതുകൊണ്ട് അവയൊക്കെ അസത്യമാണ്, അനാത്മാവാണ് എന്നാണ് ഈ ഉപനിഷത്ത് പറയുന്നത്. ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? അപ്പോ ഈ യഥാർത്ഥ ആത്മാവെന്താണെന്നൊന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇവിടെ. അവൾ ബോധത്തിന്റെ ശാസ്ത്രമാണ്, അദ്വൈതമായ ബ്രഹ്മബോധമാണ്, സച്ചിദാനന്ദത്തിന്റെ ഒരു തരംഗമാണ്. സച്ചിദാനന്ദം കേട്ടിട്ടുണ്ടാവും. സത്ത്, ചിത്ത്, ആനന്ദം. സത്തെന്ന് വെച്ചാൽ എന്നെന്നും നിലനിൽക്കുന്നത്, ചിത്തെന്ന് വെച്ചാൽ ശുദ്ധമായ ബോധം, ആനന്ദം അത് ശുദ്ധമായ സന്തോഷമാണ്. ഈ മൂന്നും ചേർന്ന ഒരൊറ്റ തരംഗമാണ് നമ്മുടെ യഥാർത്ഥ സ്വത്വമെന്നാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞതൊക്കെ വെച്ച് നമ്മൾ ഇതിന്റെ എല്ലാം ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഇനി വരുന്ന ആശയം നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ്. നിങ്ങൾ തന്നെയാണ് പ്രപഞ്ചം,
അതെങ്ങനെയാണെന്ന് നോക്കാം. ആശയം വളരെ സിമ്പിളാണ്. ആ ഒരൊറ്റ ദിവ്യശക്തി ഉണ്ടല്ലോ, അത് എല്ലാ രൂപങ്ങളും സ്വയം അങ്ങ് സ്വീകരിക്കുകയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്തത് കേൾക്കുക. ഇതാണ് ഈ ഉപനിഷത്ത് നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യം. നിങ്ങളും ഞാനും സർവ്വലോകവും സർവ്വദേവതകളും മറ്റെല്ലാമെല്ലാം മഹാത്രിപുരസുന്ദരിയാണ്. ഒന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ. ഞാൻ, നീ, അവൻ, അവൾ, ദൈവം, മൃഗം, മരം, ഈ വേർതിരിവുകളെല്ലാം നമ്മുടെ തോന്നലുകൾ മാത്രമാണ്. സത്യത്തിൽ എല്ലാം ആ ഒരൊറ്റ മഹാത്രിപുരസുന്ദരിയാണ്. ആ ഒരൊറ്റ ബോധത്തിന്റെ പല പല രൂപങ്ങൾ. അപ്പോ ഈ വേർതിരിവുകളില്ലാത്ത ഒരൊറ്റ സത്യത്തിന് ഈ ഗ്രന്ഥം നൽകുന്ന അവസാനത്തെ പേരെന്താണെന്നോ? സുന്ദരം. ഏകസത്യം സുന്ദരം എന്ന പേരുള്ള വസ്തുവാണ്. ആ ഒന്നായിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യത്തെയാണ് ഒരുപക്ഷെ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു ചിന്തയുമായി ഞാൻ നിങ്ങളെ വിടുന്നു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് വെച്ച് ആത്മാവും പ്രപഞ്ചവും ഒന്നാണെങ്കിൽ അടുത്ത തവണ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ശരിക്കും എന്താണ് കാണുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.